ജീവിതത്തിൽ നമ്മൾ ഏറെ ആലോചിച്ച് തീരുമാനിക്കുന്ന ഒന്നാകും വിവാഹ കാര്യം. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും എപ്പോഴും ശരിയായി കൊള്ളുന്നില്ലല്ലോ. ചില ദാമ്പത്യ ജീവിതങ്ങളെങ്കിലും വിവാഹ മോചനത്തിലേക്കൊക്കെ എത്താറുണ്ട്. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്ന് കണ്ടാൽ പിരിയുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ഇന്ത്യയിലെ പല കുടുംബങ്ങളിലും ഈ വിവാഹ മോചനം അത് വളരെ ഒരു മോശം കാര്യമായിട്ടാണ് കരുതുന്നത്. അടുത്തിടെയായി ആ കാഴ്ചപ്പാട് പതിയൊക്കെ മാറി വരുന്നുണ്ടെങ്കിലും വിവാഹമോചനത്തെ ഭൂരിഭാഗം പേരും മരണ തുല്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ സമീപനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് ശ്രദ്ധേയനാവുകയാണ് വിരമിച്ച ജഡ്ജി ജ്ഞാനേന്ദ്രകുമാർ. കൊട്ടും പാട്ടുമൊക്കെയായി വിവാഹമോചനം നേടിയ മകളെ അദ്ദേഹം സ്വീകരിച്ചു. ഞാൻ എന്റെ മകളെ സ്നേഹിക്കുന്നു എന്ന് എഴുതിയ കറുത്ത ടീഷർട്ട് അണിഞ്ഞായിരുന്നു ആഘോഷം. അസ്മ നുസ്രത്ത് ചേരുന്നുണ്ട് തത്സമയം. അസ്മ, ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പെൺകുട്ടികളെ മാതാപിതാക്കൾ ചേർത്ത് പിടിക്കേണ്ടത്. ചിലപ്പോഴെങ്കിലും ചില സാഹചര്യത്തിലെങ്കിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി വിവാഹമോചനം നേടാൻ പോകുന്ന മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ ഒന്നിച്ചു പോയിക്കൂടെ എന്നുള്ളൊരു ഉപദേശം നൽകാനും ഒക്കെയാണ് കൂടുതൽ ആളുകളും ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ഭർതൃഗൃഹങ്ങളിലെ പീഡനം കൊണ്ട് സംഭവിച്ചിട്ടുള്ള നിരവധി ആത്മഹത്യകൾ ഉണ്ട് താനും. അപ്പൊ ഇതിൽ നിന്നൊക്കെ മാതൃക ഉൾക്കൊണ്ട് ഇങ്ങനെ പെൺമക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവർക്ക് ഒരു ആശ്വാസമാകാനും തണലാകാനും ഒക്കെയാണ് എല്ലാ മാതാപിതാക്കളും ശ്രമിക്കേണ്ടത്. എന്തായാലും ഈ ഒരു കാഴ്ചയ്ക്ക് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ കയ്യടിയാണല്ലേ ലഭിക്കുന്നത്. അതെ ഹിമ, കാലങ്ങളായി നമ്മുടെ ന്യൂസ് റൂമിലും വാർത്തകളിലും മറ്റുമായിട്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള വാർത്തകളാണ് ഈ ഭർത്തൃ വീട്ടിലെ പീഡനങ്ങൾ മൂലം ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ വാർത്തകൾ. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ കമൻ്റായിട്ട് പറയാറുണ്ട്, അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അവരുടെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടായിരുന്നു, ഒന്ന് ചേർത്ത് പിടിച്ചുകൂടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഈ ആത്മഹത്യ ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കമൻറ്റുകളായിട്ട് സാധാരണയായി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിലെ ഈ കാലങ്ങളായുള്ള പൊതുബോധത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ഈ ദൃശ്യങ്ങളിലുള്ളത്. അതായത് ഒരാളും മകൾ വിവാഹമോചിതയായി നാട്ടിലെ വിവാഹമോചനം നേടി മകൾ എത്തുന്നു. ആ മകളെ സന്തോഷത്തോടെ ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ പൂമാലയിട്ട് മധുരം വിതരണം ചെയ്ത് സ്വീകരിക്കുന്ന അച്ഛനും കുടുംബാംഗങ്ങളുമുള്ള ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് 2018 ഈ റിട്ടയർഡ് ജഡ്ജിയായ ജ്ഞാനേന്ദ്രകുമാറിൻ്റെ മകൾ പ്രണിത വസിഷ്ഠ് വിവാഹിതയാകുന്നത്. അവരൊരു ആർമിയിലെ ഉന്നത ഉദ്യോഗസ്ഥനെയാണ് കല്യാണം കഴിക്കുന്നത്. എന്നാൽ ആ സമയത്ത് അവരുടെ വിവാഹ ജീവിതം ഒരു പ്രതീക്ഷ പോലെ ആയിരുന്നു. പ്രണിത വിവാഹ ജീവിതത്തിലേക്ക് സസന്തോഷം കാലെടുത്ത് വെച്ച പോലെ ആ ഒരു പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല പ്രണീതയുടെ വിവാഹ ജീവിതം. ഒരുപാട് മാനസിക ശാരീരിക പീഡനങ്ങളെല്ലാം പ്രണീതയ്ക്ക് വിവാഹ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടായാൽ ഈ ഭർത്താവിൻ്റെ ഈ ഒരു സ്വഭാവത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പ്രണീത പ്രതീക്ഷിച്ച് കുഞ്ഞുണ്ടാകുന്നവരെ കാത്തിരിക്കുന്നു. കുഞ്ഞുണ്ടായതിനു ശേഷവും ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ ഭർത്താവ് നിരന്തരം ഭർത്താവിൻ്റെ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് പ്രണീത വിധേയാവുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും അങ്ങനെയാണ് ആ ഒരു സമയത്ത് പ്രണീത കുറേ കാലം പ്രണീത നിശബ്ദയായി നിന്നു. പിന്നീടാണ് പ്രണീത വിവാഹമോചനം നേടാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ ശനിയാഴ്ച പ്രണീത വിവാഹമോചനം നേടി. ആ വിവാഹമോചനം നേടി കോടതിയിൽ നിന്ന് കാലെടുത്ത് വെച്ചപ്പോൾ പ്രണീതയുടെ കുടുംബാംഗങ്ങളും പ്രണീതയുടെ അച്ഛനും എല്ലാം അടങ്ങുന്ന ആ കുടുംബങ്ങളെല്ലാം പ്രണീതയെ തിരികെ അവരുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തത് ഈ ബാൻഡ് മേളത്തിൻ്റെയും മറ്റും അകമ്പടിയോടെ ആയിരുന്നു. നമ്മൾക്ക് തന്നെ കാണാൻ പറ്റും ഭയങ്കര സന്തോഷത്തോടെ. ആ ഒരു ടീഷർട്ടിൽ ഒരു ബ്ലാക്ക് ടീഷർട്ടാണ് കുടുംബാംഗങ്ങളെല്ലാം ധരിച്ചിട്ടുള്ളത്. ആ ടീഷർട്ടിൽ ഐ ലവ് മൈ ഡോട്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പ്രണീതയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതായത് എൻ്റെ മകൾ എൻ്റെ അഭിമാനമാണ്, അവൾ ഒരു വസ്തുവല്ല, ഒരു ഒബ്ജക്റ്റ് അല്ല. അതേസമയം അവൾ എൻ്റെ ഓരോ സമൂഹത്തിലെ ഓരോ പെൺകുട്ടികൾക്കും അന്തസ്സുണ്ട്, സന്തോഷത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. അവരെ ചേർത്ത് നിർത്തുക തന്നെ വേണം മാതാപിതാക്കളും. നിരവധി പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കും ജീവിതത്തിൽ. അത് ആണായാലും പെണ്ണായാലും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒന്നിച്ചു പോകാൻ കഴിയില്ല ദാമ്പത്യ ജീവിതത്തിൽ എന്ന് കണ്ടാൽ അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതിനൊരു പിന്തുണ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ആ കുട്ടികൾക്കുള്ള അത്രയും മനസ്സിന്റെ ഭാരം കുറഞ്ഞു കിട്ടുമെന്നുള്ളതാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് ഇപ്പോൾ ഈ വീഡിയോ.